ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് നാളെ ഇൻ്റഗ്രേഷൻ ഡേ 3 അഥവാ ഉത്കൃതനം 3-ാം ദിവസമാണ് പരീക്ഷ വരുന്നത് അല്ലേ. അപ്പോൾ ടീച്ചർ നിങ്ങൾക്കുള്ള പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് ഒട്ടും തന്നെ സമയം കളയാനായിട്ട് മുന്നിലില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഇനി വേഗം നമുക്ക് നമ്മുടെ പരീക്ഷയിലോട്ട് പോകാം അല്ലേ. അതിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ മക്കൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. സംഖ്യയെ അറിയാം, 68നെ വ്യത്യസ്ത രീതിയിൽ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. അതൊന്ന് കൂട്ടുകാർ ശ്രദ്ധിക്കുക. അപ്പം നോക്കിയ മക്കളെ, 68നെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ എഴുതണം അല്ലേ. ഒന്ന് നമുക്ക് അവിടെ കുറച്ച് ഹിൻഡ് തന്നിട്ടുണ്ടല്ലേ. എന്താണ്? എത്രയോ പത്തുകളും എത്രയോ ഒന്നുകളും ചേർന്നതാണ് 68. നമുക്കറിയാം അല്ലേ, 6 പത്തുകളും 8 ഒന്നുകളും ചേർന്നത് 68. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? 68 ഒന്നുകൾ ചേർന്നാൽ 68. പിന്നെ 60 + 8 എത്രയാണ്? 68. അതുപോലെ തന്നെ 70-ൽ നിന്ന് 2 പോയാൽ എത്രയാണ് മക്കളെ? 68 അല്ലേ. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? 68നെ എഴുതാവുന്നതാണ്. അപ്പം മക്കൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാ രീതിയിലും എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. പുതിയ ചെടികൾ. വിത്ത് മുളച്ച് മാത്രമാണോ പുതിയ ചെടികൾ ഉണ്ടാകുന്നത്? നോക്കിക്കും മക്കളെ, അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ. ഒരുപാട് കൂട്ടുകാരെന്ത് ചെയ്യുന്നുണ്ട്? പലതരത്തിലുള്ള ചെടികൾ നടാനുള്ള ശ്രമത്തിലാണ് അല്ലേ. അപ്പം നമുക്ക് അവിടെ ഒരുപാട് ചെടികളുടെ പേരുകൾ തന്നിട്ടുണ്ട്. മക്കളടുത്ത് ചോദിച്ചത് എന്താണ്? ആ ഒരു ചെടികളെ പട്ടികപ്പെടുത്താനാണ് അല്ലേ. അപ്പം നമുക്ക് വിത്ത് മുളച്ച് ഉണ്ടാകുന്ന സസ്യങ്ങളെന്നും അതുപോലെ തന്നെ കമ്പ് നട്ടുണ്ടാകുന്ന സസ്യങ്ങളെന്നും തരംതിരിച്ച് എഴുതിക്കൂടെ? ഓക്കെ കൂട്ടുകാരെ, നമുക്ക് തന്നിട്ടുള്ള സസ്യങ്ങൾ, വിത്ത് മുളച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ പേരുകളൊന്നും മക്കൾ ഉറക്കെ പറഞ്ഞു നോക്കിക്കേ. പയറ്, വെള്ളരി, അതുപോലെ തന്നെ തെങ്ങ്, മാവ് അല്ലേ. ഇവയൊക്കെ എന്താണ്? വിത്ത് മുളച്ചുണ്ടാകുന്ന സസ്യങ്ങളാണ്. ഇനി കമ്പ് നട്ടിട്ടുണ്ടാകുന്നവയോ? മരച്ചീനി, ചെമ്പരത്തി, റോസ്, ശീമക്കൊന്ന അല്ലേ. ഇത്തരം ചെടികളെല്ലാം ഇങ്ങനെയാണ് അവയുടെ കമ്പ് നട്ടാണ് മുളച്ചുണ്ടാകുന്നത് അല്ലേ. അപ്പം ഇതേ രീതിയിൽ വേണം കൂട്ടുകാർ തന്നിട്ടുള്ള പട്ടിക പൂർത്തീകരിച്ച് എഴുതാൻ കേട്ടോ. അപ്പം എല്ലാ മക്കളും എന്ത് ചെയ്യുക? ഒന്ന് എഴുതി പഠിച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു അല്ലേ. ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനം നോക്കാം. വാഹനപ്പാട്ട്. വരികൾ കൂട്ടിച്ചേർത്ത് എഴുതുക. കൂട്ടുകാർക്ക് അവിടെ ഒരു വാഹനങ്ങളെക്കുറിച്ചുള്ള പാട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? അതിലോട്ട് കൂടുതൽ വരികൾ ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ. ആകാശത്തിൽ മൂളിപ്പായും ആളെ കയറ്റി കടലു കടക്കും, ആരും കണ്ടാൽ നോക്കിപ്പോകും, ആഹാ നല്ലൊരു വിമാനം. ഇതുപോലെ മറ്റേതെങ്കിലും ഒരു വണ്ടിയെക്കുറിച്ച് മക്കൾ എന്ത് ചെയ്യണം? പാട്ട് എഴുതണം കേട്ടോ. നമുക്ക് അവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? സൈക്കിൾ തന്നിട്ടുണ്ട്, ബസ്സിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്, ട്രെയിനിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വാഹനത്തെക്കുറിച്ചിട്ട് ഇതുപോലെ എഴുതുക കേട്ടോ. അപ്പം നമ്മൾ വിമാനത്തെക്കുറിച്ച് എഴുതിയപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്? ആകാശത്തിൽ മൂളിപ്പായും എന്നാണ് പറഞ്ഞത് അല്ലേ. നമുക്ക് സൈക്കിളിനെ കുറിച്ച് എഴുതുമ്പോൾ അങ്ങനെ എഴുതാനായിട്ട് കഴിയുമോ? ഇല്ല അല്ലേ. സൈക്കിൾ ആകാശത്തിലൂടെയല്ല പോകുന്നത്, റോഡിലൂടെയാണ് പോകുന്നത്. അപ്പം മക്കൾ എന്ത് ചെയ്യണം? ആ കാര്യം കൂടി ശ്രദ്ധിച്ചിട്ട് വേണം കൂടുതൽ വരികൾ ചേർത്ത് എഴുതാനായിട്ട് കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത പ്രവർത്തനം നോക്കിക്കേ. വായിക്കാം, എഴുതാം. അപ്പോൾ കൂട്ടുകാർക്ക് വായിക്കാനായിട്ട് അവിടെ ചെറിയൊരു കഥാഭാഗം തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ മക്കളെ. വെളുത്ത നിറവും ചുവന്ന കണ്ണുകളുമുള്ള കിങ്ങിണിമുയൽ നീലമലക്കാട്ടിൽ താമസിച്ചിരുന്നു. കിങ്ങിണിമുയലിൻ്റെ സുഹൃത്തായിരുന്നു ചിന്നൻ കുരങ്ങൻ. നാട്ടിലെ കൃഷിത്തോട്ടത്തിൽ നല്ല മധുരമുള്ള ക്യാരറ്റ് കിട്ടും, നമുക്ക് അങ്ങോട്ട് പോയാലോ? കിങ്ങിണി ചിന്നനോട് ചോദിച്ചു. വേണ്ട കിങ്ങിണി, നാട്ടുകാർ പിടിച്ച് കൂട്ടിലിടും, ചിന്നൻ പറഞ്ഞു. ചിന്നൻ പറഞ്ഞത് കേൾക്കാതെ കിങ്ങിണി നാട്ടിലെ തോട്ടത്തിലെത്തി. കൃഷിക്കാർ വെച്ചിരുന്ന കെണിയിൽ പെട്ടു. രക്ഷിക്കണേ, കിങ്ങിണി മുയൽ നിലവിളിച്ചു. ആരും വന്നില്ല. ഏറെ നേരം കഴിഞ്ഞ് കിങ്ങിണി മുയലിനെ അന്വേഷിച്ച് വന്ന ചിന്നൻ ആ കാഴ്ച കണ്ടു. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കെണിയിൽ പെടുമെന്ന്? ചിന്നൻ ചോദിച്ചു. കിങ്ങിണിക്ക് സങ്കടമായി. രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴി നോക്കാം, ചിന്നൻ പറഞ്ഞു. കഥ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ എന്നാണ് മക്കളടുത്ത് പറഞ്ഞത്. അപ്പം നമ്മൾ കഥ വായിച്ചല്ലോ. ഇനി നമുക്ക് കഥയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഓരോ ചോദ്യങ്ങളുടെ ഉത്തരം എന്താണെന്ന് നോക്കാം. നോക്കിക്കേ മക്കളെ. കിങ്ങിണി മുയൽ താമസിച്ചിരുന്നത് എവിടെയായിരുന്നു എന്നതാണ് ആദ്യത്തെ ചോദ്യം. എവിടെയായിരുന്നു മക്കളെ? നമുക്ക് നമ്മുടെ കഥയിൽ തന്നിട്ടുണ്ടല്ലേ. എവിടെയാണ്? നീലിമലക്കാട്ടിലാണ് നമ്മുടെ
കിങ്ങിണിമുയൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഉത്തരം കിട്ടിയിട്ടില്ലേ? നമ്മുടെ കഥാഭാഗത്ത് തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് വേണം മക്കൾ ഉത്തരം എഴുതാനായിട്ട്. ഓക്കെ മക്കളെ, അതിൽ തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം കൂടി നോക്കൂ. കിങ്ങിണി മുയലിൻ്റെ കൂട്ടുകാരൻ ആരായിരുന്നു മക്കളെ? നമ്മുടെ കുരങ്ങനാണല്ലേ. കുരങ്ങനൊരു പേര് കൂടിയുണ്ട്. എന്തായിരുന്നു? ചിന്നനാണല്ലേ. ചിന്നൻ കുരങ്ങനാണ് നമ്മുടെ കിങ്ങിണി മുയലിൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ ഇത്തരത്തിൽ മക്കൾ എന്ത് ചെയ്യുക? തന്നിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതുക കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനം കൂടി നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചേ. കടങ്കഥ. താഴെ കൊടുത്ത കടങ്കഥകൾക്ക് ഉത്തരം എഴുതുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള പ്രവർത്തനമാണല്ലേ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കടങ്കഥ അല്ലേ. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആളെ കയറ്റും ചരക്കു കയറ്റും കടലിലൂടെ പോകും ഞാൻ. ആരാണ് മക്കളെ? ആളെ കയറ്റും ചരക്കും കയറ്റും കടലിലൂടെ പോകും ഞാൻ. ഉത്തരം എന്താണ്? കപ്പലാണ് ഉത്തരം വരുന്നത് അല്ലേ. അടുത്ത് നോക്കിക്കേ മക്കളെ. അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും കാലില്ല പന്തൽ. എന്താണ് ആൻസർ വരുന്നത്? ആകാശമാണ് ഉത്തരം വരുന്നത് കേട്ടോ. അടുത്ത് നോക്കിക്കേ. നിറമില്ല മണമില്ല രുചിയില്ല ഗുണമുണ്ട് വേണം ഞാൻ എല്ലാവർക്കും വേണ്ടുവോളം. ഉത്തരം എന്താണ് മക്കളെ? നിറവും ഇല്ല മണവും ഇല്ല രുചിയും ഇല്ല അല്ലേ. പക്ഷെ എന്തുണ്ട്? ഗുണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും എന്ത് വേണം? എല്ലാവർക്കും അത് ആവശ്യമാണ് അല്ലേ. നമ്മളെല്ലാ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എന്താണ്? ഉപ്പാണ് ഉത്തരം വരുന്നത് കേട്ടോ. അടുത്തത് മക്കളടുത്ത് പറഞ്ഞത് സൈക്കിൾ ഉത്തരമായിട്ട് വരുന്നൊരു കടങ്കഥ സ്വന്തമായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഉത്തരം എന്ത് വരണം? സൈക്കിൾ എന്ന് വരണം. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഒരു കടങ്കഥ സൈക്കിളിനെ കുറിച്ച് സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. ജലമലിനീകരണം. യാത്രയിൽ മാനസയും കൂട്ടുകാരും ഒരു പുഴ കണ്ടു. പുഴയോരത്ത് അവർ കണ്ട കാഴ്ചകൾ നോക്കൂ. അപ്പം നോക്കിക്കേ, പുഴയോരത്ത് എന്ത് കാഴ്ചകളാണ് കണ്ടത്? നല്ല വൃത്തിയുള്ള പുഴയാണോ? അല്ല അല്ലേ, മലിനപ്പെട്ടിട്ടുള്ള ഒരു പുഴയാണ് അല്ലേ. എന്തൊക്കെയാണ്? ആളുകൾ ആ ഒരു പുഴയിൽ ഇറക്കിക്കൊണ്ട് വാഹനങ്ങൾ കഴുകുന്നുണ്ട്. അതുപോലെ തന്നെ ജീവികളെയൊക്കെ കുളിപ്പിക്കുന്നുണ്ട്. ആളുകൾ പ്ലാസ്റ്റിക് കവറുകളും മറ്റും വലിച്ചെറിയുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ അഴുകിയ വെള്ളമാണ് അല്ലേ. അപ്പം മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളടുത്ത് അവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. ജലസ്രോതസ്സുകൾ മലിനമാക്കുന്ന 3 സന്ദർഭങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ചിത്രം തന്നെ നോക്കിയാൽ നമുക്ക് 3 ഒത്തിരി കാര്യങ്ങൾ കിട്ടൂലേ. എന്തൊക്കെയാണ്? പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും ഒക്കെ പുഴയിലോട്ട് വലിച്ചെറിയുന്നത് ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വാഹനങ്ങൾ പുഴയിൽ ഇറക്കി കഴുകുന്നത് അല്ലേ. പുഴ പോലുള്ള ജലസ്രോതസ്സുകളിൽ ഇറക്കി കഴുകുന്ന സമയത്ത് അവിടെ വെള്ളം എന്താവും? മലിനപ്പെടും അല്ലേ. അതുപോലെ തന്നെ കന്നുകാലികളെയും മറ്റും ഇതുപോലുള്ള ജലസ്രോതസ്സുകളിൽ നിന്ന് കുളിപ്പിക്കുന്ന സമയത്തില്ലേ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രദേശത്തെ 2 ജലസ്രോതസ്സുകളുടെ പേര് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ കൂട്ടുകാരുടെയും വീട്ടിലുള്ള ഒരു ജലസ്രോതസ്സാണ് എന്ത്? നമ്മൾ കുടിവെള്ളത്തിനും കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന കിണർ അല്ലേ. കിണറിലെ വെള്ളമല്ലേ എല്ലാ കൂട്ടുകാരും ഉപയോഗിക്കുന്നത്. ചില കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പൈപ്പ് വെള്ളം ഉണ്ടായിരിക്കും അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ എന്ത് എഴുതാം? നമുക്കൊന്ന് നമുക്ക് ഈ കിണർ എഴുതാം. പിന്നെ എന്തൊക്കെയുണ്ട് മക്കളെ നിങ്ങളുടെ പ്രദേശത്ത്? കുളമുള്ളവരുണ്ടായിരിക്കും, തോടുള്ളവരുണ്ടായിരിക്കും, ഇനി പുഴയുടെ അടുത്തൊക്കെ വീടുകളുള്ളവരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? അത്തരത്തിൽ ഏതെങ്കിലും ഒരു 2 ജലസ്രോതസ്സുകളുടെ പേരുകൾ അവിടെ തന്നിട്ടുള്ള കോളത്തിൽ എഴുതാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇനി അടുത്തൊരു പ്രവർത്തനം നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കൂട്ടുകാർ എന്ത് ചെയ്യുന്നില്ല? വീഡിയോയ്ക്ക് ലൈക്ക് തരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക മക്കൾ? പെട്ടെന്നൊന്ന് വീഡിയോയ്ക്ക് ലൈക്ക് തന്നേക്കണേ. പട്ടണയാത്ര. മാനസിയും കൂട്ടുകാരും പട്ടണത്തിലെത്തി. പട്ടണത്തിൽ കണ്ട കാഴ്ചയാണ് അവരെന്ത് ചെയ്തത്? നമുക്ക് അവിടെ ഒരു ചിത്രത്തിൽ തന്നിട്ടുള്ളത് കേട്ടോ. ആ പട്ടണ കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മക്കളടുത്തൊരു വിവരണം എഴുതി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആ ഒരു ചിത്രത്തിൽ കാണാനായിട്ട് പറ്റുന്നത്. ഒരു പട്ടണത്തിൻ്റെ ചിത്രമാണ് കേട്ടോ. ആളുകൾ കുറവാണോ? വാഹനങ്ങൾ കുറച്ചേ ഉള്ളൂ? അല്ല അല്ലേ. എന്താണ്? ഒത്തിരി ആളുകൾ അവിടെ നമുക്ക് കാണുന്നുണ്ട് അല്ലേ. പിന്നെയോ തിക്കും തിരക്കും നിറഞ്ഞ റോഡുകളാണ്. വാഹനങ്ങളാണെങ്കിൽ തലങ്ങും വിലങ്ങും പായുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ വഴിയോരത്തൊക്കെ ഒത്തിരി കച്ചവടക്കാരുണ്ട് അല്ലേ. പല പല സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. ഒരുപാട് കുട്ടികളുണ്ട്. വാഹനത്തിൽ ഒരുപാട് പേര് പോകുന്നുണ്ട്. പിന്നെ വാഹനത്തെ കാത്ത് ബസ്സിനൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാഴ്ചകൾ നമുക്ക് കാണുന്നില്ലേ. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം മക്കൾ ഈ ഒരു പട്ടണത്തിൻ്റെ കാഴ്ചയെക്കുറിച്ച് ചെറിയൊരു വിവരണം എഴുതി തയ്യാറാക്കാനായിട്ട് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തത്
ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക കേട്ടോ. മലയാളം മീഡിയത്തിലുള്ള കൂട്ടുകാർക്ക് മലയാളത്തിലും തന്നിട്ടുണ്ടായിരിക്കും. മക്കൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം. മാനസ ആൻഡ് ഫ്രണ്ട്സ് റീച്ച്ഡ് ദി പാർക്ക്. ദേ വാണ്ടഡ് ടു ഗെറ്റ് ഓൺ റൈഡ്സ്. They counted the notes and coins with them. Find how much rupees each one had with them. അതായത് നമ്മുടെ മാനസികം കൂട്ടുകാരൊക്കെ എവിടെ എത്തി? പാർക്കിലെത്തി. അപ്പോൾ എന്ത് ചെയ്യണം? അവർക്ക് റൈഡിലൊക്കെ കയറണം കേട്ടോ. അപ്പോൾ അവരെന്ത് ചെയ്തു? റൈഡിൽ കയറണം, നമ്മൾ പൈസ കൊടുക്കണ്ടേ? അപ്പോൾ അവരുടെ കയ്യിലുള്ള നോട്ടുകളും അതുപോലെ തന്നെ നാണയങ്ങളൊക്കെ അവരെന്ത് ചെയ്തു? എണ്ണാനായിട്ട് തുടങ്ങി. അപ്പോൾ ഓരോ കൂട്ടുകാരുടെയും കയ്യിൽ എത്ര രൂപയുണ്ട് എന്നതാണ് മക്കൾ കണ്ടെത്തിയിട്ട് അവിടെ എഴുതേണ്ടത്. അത് നോക്കിക്കുക മക്കളെ. മാനസ 3 10 റുപ്പി നോട്ട്സ് ആണ് അല്ലേ. 3 10 രൂപ നോട്ടുകൾ ചേർന്നാൽ എത്രയാണെന്ന് നമുക്കറിയാം, 30 അല്ലേ. അതുപോലെ തന്നെ 1 5 റുപ്പി നോട്ട്, ഒരു 5 രൂപ നോട്ടാണെങ്കിൽ എത്രയാണ്? 5 ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നേരത്തെ 30ഉം 5ഉം കൂടി എത്രയായിരിക്കും മക്കളെ? 35 അല്ലേ. പിന്നെ അതുപോലെ 4 2 റുപ്പി കോയിൻസ് ആണല്ലേ. 4 2 രൂപ നാണയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര രൂപ ഉണ്ടായിരിക്കും മക്കളെ? 8 എണ്ണമായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. 8 രൂപയായിരിക്കും ഉണ്ടായിരിക്കുക. എന്നിട്ട് അവസാനം എന്ത് ചെയ്യണം മക്കൾ? അതെല്ലാം കൂടി ആഡ് ചെയ്യണം അല്ലേ. 30 + 5 + 8 വേണം മക്കൾ കൂട്ടാനായിട്ട്. അതുപോലെ താഴെ തന്നിട്ടുള്ള മറ്റു കൂട്ടുകാരുടെ കയ്യിൽ എത്ര രൂപയുണ്ട് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യണം? കണ്ടെത്തിയിട്ട് അവിടെ എഴുതണം കേട്ടോ. വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഓരോ നോട്ടുകളും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് മക്കൾ കണ്ടെത്തുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അവസാന ചോദ്യത്തിലോട്ട് പോയാലോ. പച്ചക്കറിത്തോട്ടം ഒരുക്കാം. അവധിക്കാലത്ത് വീടുകളിൽ പച്ചക്കറിത്തോട്ടം ഒരുക്കാൻ കൂട്ടുകാർ തീരുമാനിച്ചു. വിത്ത് വിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് അവരെന്ത് ചെയ്തു? കൂട്ടുകാർ വിത്ത് മേടിച്ചു അല്ലേ. അപ്പോൾ അവിടെ തന്നിട്ടുള്ള വിവര പട്ടിക നമുക്കവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് കേട്ടോ. പയർ 35 രൂപ, വെണ്ട 30 രൂപ, മത്തൻ 28, പാവൽ 27, വെള്ളരി 20, ചീര 18 എന്ന് പറഞ്ഞിട്ട് ഓരോ വിത്തിൻ്റെയും വില നമുക്കവിടെ തന്നിട്ടുണ്ട്. മക്കളടുത്ത് പറഞ്ഞത് ഇതാണ്. മാനസ ഒരു പാക്ക് പയർ വിത്തും ഒരു പാക്കറ്റ് പാവൽ വിത്തും വാങ്ങി. ആകെ എത്ര രൂപയായിരിക്കും എന്നതാണ്. അപ്പോൾ പയറിന് നമുക്കറിയാം 35 പാവലിന് 27. ആകെ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ. കൂട്ടിയാൽ മതി. മക്കൾ എന്ത് ചെയ്യണം? ആ ക്രിയ നിർബന്ധമായിട്ടും ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ധ്രുത ഒരു പാക്കറ്റ് വെള്ളരി വിത്തും ഒരു പാക്കറ്റ് ചീര വിത്തും വാങ്ങി. എത്ര രൂപയായിട്ടുണ്ടായിരിക്കും മക്കളെ? വെള്ളരിക്ക് നമുക്കറിയാം എത്രയാണ്? 20 രൂപയാണ്. അതുപോലെ തന്നെ ചീരയ്ക്ക് എത്രയാണ്? 18 രൂപയാണ് അല്ലേ. അപ്പം മക്കൾ എന്ത് ചെയ്യണം? രണ്ടും കൂടി എന്ത് ചെയ്യണം? കൂട്ടി നോക്കണം കേട്ടോ. മക്കൾ ക്രിയേറ്റ് ചെയ്യണം. ടീച്ചർ ആൻസർ ഇവിടെ കൊടുക്കുന്നില്ല കേട്ടോ. അടുത്ത നോക്കിക്കേ. ജയേഷിൻ്റെ കയ്യിൽ 4 10 രൂപ നോട്ടും 4 2 രൂപ നാണയവും ഉണ്ട്. കയ്യിലാകെ എത്ര രൂപ ഉണ്ടായിരിക്കും? നമുക്കറിയാം 4 10കൾ ചേർന്നാൽ 40. അതുപോലെ 4 2 രൂപ ചേർന്നാൽ എത്രയാണ്? 8 രൂപയാണെന്നും അറിയാമല്ലോ. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടായിരിക്കും? 48 രൂപ ഉണ്ടായിരിക്കും അല്ലേ. ഇനി അതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ജയേഷിൻ്റെ കയ്യിലുള്ള തുക പൂർണ്ണമായും ചെലവഴിച്ച് എന്തെല്ലാം വിത്തുകൾ നമുക്ക് വാങ്ങാം? അതായത് അവൻ്റെ കൈവശം എത്രയാണുള്ളത് മക്കളെ? 48 രൂപയാണുള്ളത്. അത് ഉപയോഗിച്ചുകൊണ്ട് അവന് ഏതൊക്കെ വിത്തുകൾ മേടിക്കാം? മക്കൾ എന്ത് ചെയ്യുക? ഏതൊക്കെ 2 സംഖ്യകൾ ചേർത്താലാണ് 48 വരിക എന്നുള്ളത് മക്കൾ കണ്ടെത്തുക കേട്ടോ. നമുക്കറിയാം മത്തന് 28 രൂപയാണ്. അതുപോലെ വെള്ളരിക്ക് 20 രൂപയാണ് അല്ലേ. രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? 48 കിട്ടും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് മക്കൾ കണ്ടെത്തിയിട്ട് എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ പരീക്ഷയിലെ ചോദ്യങ്ങൾ. എല്ലാ കൂട്ടുകാരും നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.